ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ നമ്മുടെ PSCയുടെ പുതിയ കലണ്ടർ, നവംബർ കലണ്ടർ വന്നപ്പോൾ അതിലും സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസങ്ങളിലും ഇതാ എക്സാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനുകളിലും സിവിലുകാർക്ക് എക്സാംസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പുതിയ വന്ന നോട്ടിഫിക്കേഷനിലും ആർബർ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ വരുന്നുണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 എക്സാംസുകൾ നമുക്ക് പുതിയ വന്ന നോട്ടിഫിക്കേഷനിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സാംസുകൾ ഈ കഴിഞ്ഞ ഇങ്ങനെ വരാൻ പോകുന്ന ഓരോ മാസങ്ങളിലുള്ള എക്സാംസ് കലണ്ടറുകളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നവംബർ 22-ന് വരാൻ പോകുന്ന എക്സാംസ് ആണ്. എല്ലാ സിവിൽ കഴിഞ്ഞ BTech, ഡിപ്ലോമ, ITI കഴിഞ്ഞവർക്കൊക്കെ എഴുതാൻ പറ്റാവുന്ന എക്സാമാണ് ട്രേസർ, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ളത്. നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 22 ആണ്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കരുത്, ഇന്ന് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണിൽ കയറിയിട്ട് കൺഫർമേഷൻ കൊടുക്കണം. നമുക്ക് വരുന്ന ഏതാണ്, 11th സെപ്റ്റംബർ ആണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ആ ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഈ പറയുന്ന ട്രേസർ എക്സാമിന് നല്ലൊരു റാങ്ക് വാങ്ങിയിട്ട് 2025 തന്നെ ഒരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ട്രേസറിന്റെ പുതിയ ബാച്ച് സൈലം ടെക്നിക്കൽ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ലോഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സിവിലിന് ഇങ്ങനെ എക്സാംസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാം ഉണ്ട് ഈ സെപ്റ്റംബറിൽ, അതുപോലെ നവംബറിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രേസറിന്റെ എക്സാം വരുന്നുണ്ട്. 2023 ഒരുപാട് ഓവർസിയർ എക്സാംസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ എന്തായിരിക്കും ഓൾറെഡി കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ആ റാങ്ക് അങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. ചിലപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റിലായിരിക്കും വന്നിട്ടുണ്ടാവും, സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് കട്ട് ഓഫിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ ചിലപ്പം കാലിടറി വീണിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ജോലി ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ PSC നിങ്ങൾക്കറിയാം നല്ലൊരു റാങ്ക് തന്നെ വേണം. ഒരു 100 റാങ്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 50 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ റാങ്ക് നേടിയാൽ തന്നെ നമുക്ക് പല ഇതിലും നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനുകളിൽ എന്നും എത്താത്തവരൊക്കെ ഉണ്ടാവും. അതുപോലെ കുറേ ആളുകൾ ഇപ്പോൾ ഈ സിവിലിൻ്റെ നമ്മുടെ ഈ പറയുന്ന PSC എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ, അപ്പോൾ ഇയാൾ സർവേ പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിരിക്കും, പക്ഷെ എന്തുണ്ടാവും, എസ്റ്റിമേഷന് ഒന്നുകൂടെ നല്ല രീതിയിൽ പഠിക്കാനുണ്ടാവും. വേറൊരാൾ എന്തായിരിക്കും, സർവേ ഒക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ കുറച്ചും കൂടിയൊക്കെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ പുതിയൊരു സബ്ജക്റ്റിലെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ബാച്ച്, നമ്മൾ ഈ പറയുന്ന പുതിയ ട്രേസർ ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സൈലം ടെക്നിക്കലിൻ്റെ ആപ്പിൽ നിന്ന്, സൈലത്തിൻ്റെ ആപ്പിൽ നിന്ന്. കാരണം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സിലബസ് അനുസരിച്ചുള്ള കംപ്ലീറ്റ് ടോപ്പിക്സുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഏതാണോ ഇനി നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുള്ളത്, ഏതാണോ നിങ്ങൾക്ക് ഇനി ഒന്നും കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത് അടിപൊളിയാക്കി എടുക്കാനുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് 100% ആ സിലബസ് നിങ്ങൾ ഈ ഒരു കോഴ്സ്, ട്രേസറിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും ഈ കോഴ്സിൽ. അപ്പോൾ നമ്മുടെ ഏതൊരു കോഴ്സ് പോലെ തന്നെ നമ്മളിപ്പോൾ സൈലം ടെക്നിക്കൽ എക്സാംസുകൾക്ക് വേണ്ടി നടത്തുന്ന ഏതൊരു കോഴ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സായിട്ടാണ് ഏതൊരു കോഴ്സ് പോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളിലും എക്സാംസുകളിലും അതുപോലെ മെറ്റീരിയൽസിലൊക്കെ നിങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടിയാണ് സൈലം ടെക്നിക്കൽ നിങ്ങൾക്ക് തരുന്നത്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാ ഈ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഏറ്റവും നല്ല അടിപൊളി, എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൊക്കെ, സൈലം ടെക്നിക്കലിൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളായിട്ടും അതുപോലെ തിയറി ക്ലാസ്സുകളായിട്ടൊക്കെ നിങ്ങൾക്ക് ഇവരുടെയൊക്കെ ക്ലാസ്സുകൾ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഈ പറഞ്ഞ കംപ്ലീറ്റ് ടോപ്പിക്സിൻ്റെയും 100% സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മുതൽ തന്നെ വളരെ കുറഞ്ഞ ഫീസിലുള്ളൂ. ഞാൻ ഫീസ് പറഞ്ഞുതരാം. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇനി പുതുതായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട്, കാരണം ക്ലാസ്സുകൾ നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ക്രാഷ് ബാച്ച് ഒന്നുമല്ല, ക്രാഷ് കോഴ്സ് ഒന്നുമല്ല, പക്ഷെ അവർക്ക് നമ്മളെ മുന്നിൽ ഇനി ഒരു 10, 60, 70 ദിവസമാണ് നമ്മളെ ഈ ഒരു ഇന്ന് മുതൽ നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യേണ്ടി, ഒരു പുതുതായിട്ട് പഠിക്കുന്നവർക്കും ഈ ഒരു കോഴ്സ് യൂസ് ചെയ്തിട്ട് പഠിച്ചെടുക്കാം. പക്ഷെ അവരൊരു ദിവസം 8-10 മണിക്കൂറൊക്കെ ഇരുന്ന് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത്, എല്ലാ എക്സാംസുകളും അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഇൻറ്റൻസീവായിട്ട് അവർ നോക്കേണ്ടി തന്നെ വരും. എന്നാലും ഇനി കുഴപ്പമില്ല, ഇനിയിപ്പോൾ അവർ നോക്കുന്നതിൽ കുറച്ച് കുറച്ച് സമയമൊക്കെ കുറഞ്ഞു പോയാലും ഈ ട്രേസർ എക്സാം അല്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് ഏത് വരുന്നുണ്ട്, നമ്മുടെ PWD ഇറിഗേഷൻ ഗ്രേഡ് 2 എക്സാം വരുന്നുണ്ട്. ഇപ്പോൾ ആ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലും ഈ നോട്ടിഫിക്കേഷനിലൊക്കെ വന്നിട്ടുള്ള ഓവർസിയർ എക്സാംസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാംസുകൾക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു 80%ഉം സിലബസ് സെയിം തന്നെയാണ് സിവിലിൻ്റെ ഓവർസിയർ എക്സാംസുകൾക്കൊക്കെ. ഡ്രോയിങ് ആയാലും അതുപോലെ ഈ പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ, എസ്റ്റിമേഷന്, സർവേ അല്ലേ, അപ്ലൈഡ് മെക്കാനിക്സ്, അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുകൾ, ഇതുപോലെയുള്ള ടോപ്പിക്കുകളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വളരെ കുറഞ്ഞ ഫീസിൽ അല്ലേ
നിങ്ങൾക്ക് ഇതാ ഈ ഒരു കോഴ്സിന്റെ ഫീസ് വരുന്നത് 1499 മാത്രമാണ് ഓഫർ പ്രൈസിൽ വരുന്നത്. അതുപോലെ നമ്മളെ മുന്നിൽ ഇനി ഒരുപാട് സമയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നവംബർ 22 നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നവംബർ 22 മുമ്പ് നമ്മൾ ഇനി എന്തൊക്കെയാണോ പഠിക്കാൻ ബാക്കിയുള്ളത് അത് പഠിച്ചെടുക്കുക. ഓൾറെഡി നമ്മൾ പഠിച്ചത് തന്നെ ചിലപ്പം ചില ഗ്യാപ്പ് കാരണമൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് കൺസെപ്റ്റ് ഒക്കെ അറിയുന്നുണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ തിയറി ക്ലാസ്സുകൾ മാത്രമല്ല, ഓരോ ക്ലാസ്സിൻ്റെയും കൂടെ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടെസ്റ്റുകളാണ്, എക്സാംസുകൾ അല്ലേ. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ ഈ എക്സാം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന ഒരു കൺസേൺ ആണ്, സാറേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എക്സാമിനേഷൻ ഹോളിൽ പോയിരുന്നപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്ക് ആ ഓപ്ഷൻസുകൾ കാണുമ്പോൾ കറക്റ്റ് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലേ. അതെല്ലാവർക്കും വരുന്ന കേസാണ്. അപ്പോൾ ഞാനും തന്നെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നേരെ ഒരു എക്സാമിന് പോയി, അതോ ഇതൊക്കെ നമ്മൾ ആവറേജ് സ്റ്റുഡൻസിന് വരുന്ന എല്ലാവർക്കും വരുന്ന ഇഷ്യൂസാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളിലും ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴി ഒരുപാട് ക്വസ്റ്റ്യൻ പരിചയപ്പെടാന്ന് മാത്രമല്ല, പിന്നെ എന്താണ് ടൈമിൻ്റെ ഇഷ്യൂ നമുക്കിപ്പോൾ വരുന്നുണ്ട്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോഴേ, ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി PSCയുടെ ഒരു ഐഡിയ ആണ്. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 4 ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയാണ്. കാരണം ഒരു 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റും ഓരോ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ട സംഭവങ്ങളാണ്. അതാണ് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് 1-2 മിനിറ്റ് ഒക്കെ നമുക്ക് എടുക്കും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഈ വരുന്ന എക്സാംസുകളിലൊക്കെ ടൈമിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യണം. നമ്മൾ ഈ പറയുന്ന പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ, ടിസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്കറിയാം ഈ ഒരു ട്രേസറൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 2, 3 ലെവലിലൊക്കെ വരുന്ന എക്സാംസുകളിലൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിമി ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ. നിമി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ITI ലെവലുള്ള ബുക്കായ നിമി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളായാലും ടെസ്റ്റ് സീരീസുകളിലൊക്കെ നിമി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രം നിമി ബേസ്ഡ് മാത്രം പഠിച്ചതൊന്നും കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകളും ചോദിക്കും. അപ്പോൾ ഈ പറയുന്ന പ്രീവിയസ്ലി നടന്ന എക്സാംസുകളൊക്കെ അനലൈസ് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എക്സാംസുകളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഫാക്കൾട്ടീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതർ സാർ ക്ലാസ്സുകൾ, മാഗ്നമിസിൻ്റെത്, അതുപോലെ തന്നെ നിഖിൽ സാർ, ദസ്ന സാർ, എൻ്റെത്, ഇവരൊക്കെ നമ്മളൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഞാനൊരു 100% ഉറപ്പ് തരാം, ക്ലാസ്സുകളിലൊന്നും ഒരു രീതിയിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല, നിങ്ങൾ ബാക്കിലോട്ട് പോകേണ്ടില്ല. നല്ല ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ ഈ പറയുന്ന 1499 രൂപക്കാണ് ഈ ഒരു ട്രേസറിൻ്റെ, എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സുകളും ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ ഫീസിൽ സൈലത്തിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് അവൈലബിൾ ആവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതാ ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി വരുന്നത് നവംബർ 30 വരെയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ 2023 ഒരുപാട് പഠിച്ച് ലിസ്റ്റിൽ കയറിയവരുണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റിൽ കയറാത്തവരുണ്ട്. പക്ഷേ ജോലി ഉറപ്പില്ലാത്തവരാണ്, ലിസ്റ്റിൽ കയറിയവരുണ്ട്, ജോലി ഉറപ്പില്ലാത്തവരൊക്കെ. അപ്പോൾ നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ പൊതുവെ അഡ്വൈസ് പോകുന്ന വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ് ട്രേസർ സോയിൽ കൺസർവേഷനിൽ വരുന്നത് അല്ലേ, സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സാധ്യത, ചാൻസ് അല്ലേ, നമുക്ക് ഈ ഒരു കാലത്ത് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത്, അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന നവംബറിൽ നടക്കുന്ന നവംബർ 22 എക്സാം. ഞാൻ വീണ്ടും പറയുന്നു, സെപ്റ്റംബർ 11 മുമ്പ് എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിരിക്കണം. കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോകരുത്, മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു നവംബർ 22 വരുന്ന ഈ ഒരു എക്സാമിന് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെയൊക്കെ ലക്ഷ്യമായിട്ടുള്ള ഗവൺമെൻറ് ജോലി, ഒരു ഗവൺമെൻറ് കസേരയിൽ കയറിയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റാങ്ക് വാങ്ങിയാൽ ഈ 2025 തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല അത്യാവശ്യം വേക്കൻസി വരുന്നതാണ്. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ്, കൂടുതലൊന്നുമില്ല. അപ്പോൾ അതിൽ നമ്മൾ ഇനി എവിടേക്കാണ് പാളിപ്പോയിട്ടുള്ളത്, എവിടേക്കാണ് നമ്മൾ വിട്ടുപോയിട്ടുള്ളത്, എവിടേക്കാണ് നമ്മൾ ഇനി കൂടുതൽ റിവിഷൻ വേണ്ടത്, എവിടേക്കാണ് നമ്മൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പോകുന്ന ആ ഒരു എക്സാമിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അത് എൻ്റെയും സൈലം ടെക്നിക്കലിൻ്റെയും നിങ്ങൾക്കുള്ള ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ഈ ട്രേസർ എക്സാമിൽ നല്ലൊരു റാങ്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് 1499 നമുക്ക് ഫീസ്
ഫീസ് വരുന്നത് ഈ ഒരു കോഴ്സ്. നിങ്ങൾ സൈലം ലേണിംഗിൻ്റെ ആപ്പിൽ കയറിയാൽ സൈലം ടെക്നിക്കൽ എന്ന് പറയുന്ന കോഹോട്ട് എടുത്താൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേസറിൻ്റെ ബാച്ച് കാണാൻ പറ്റും. ആ ട്രേസർ ബാച്ച് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.